13 വർഷങ്ങൾക്ക് ശേഷമാണ് സൂര്യയ്ക്ക് തിയേറ്ററിലൊരു ഹിറ്റ് പടം കിട്ടുന്നത്. ദ വൺ സൂര്യ ഹിറ്റടിക്കുന്നത് കറുപ്പ് എന്ന ചിത്രത്തിലൂടെയാണ്. യെസ്, RJ ബാലർജിയുടെ സംവിധാനത്തിൽ ഡ്രീം വാരിയർ പിക്ചേഴ്സിൻ്റെ നിർമ്മാണത്തിൽ സൂര്യ പ്രധാന വേഷത്തിലെത്തി തൃഷ നായികയെത്തിയ കറുപ്പ് എന്ന സിനിമയിലൂടെയാണ്. അത് 300 കോടിയോളം രൂപ തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തൊരു സിനിമ. സൂര്യയെ സംബന്ധിച്ചിടത്തോളം തന്നെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമയും കൂടിയായിട്ട് മാറി കറുപ്പ്. അതിൻ്റെ സന്തോഷത്തിൽ സംവിധായകനായ RJ ബാലാജിക്ക്, ഇതിൻ്റെ എഡിറ്റർക്ക് ഒക്കെ തന്നെ സൂര്യ ഒരു കാർ സമ്മാനിക്കുകയും ചെയ്തു. BE6 ആണ് സമ്മാനിച്ചത്. അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു സൂര്യ. എന്ന് പറയുന്നത് 13 വർഷമാണ്. ഏകദേശം S2 ശേഷം സൂര്യയ്ക്ക് തിയേറ്റർ ഹിറ്റ് കിട്ടുന്നത് അപ്പോഴാണ്. ഒരു ക്ലീൻ പ്രോപ്പർ ഹിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പല സിനിമകളും വന്നില്ല. ഇപ്പം അഞ്ചാൻ വന്നു, 24 വന്നു, പിന്നെ കാപ്പാൻ വന്നു, NGK വന്നു, താനാസേറിൻ്റെ കൂട്ടം വന്നു. അങ്ങനെ പലവിധ സിനിമകൾ വന്നെങ്കിൽ പോലും ഹിറ്റ് പടം റെട്രോ വന്നു. ബട്ട് തിയേറ്റർ ഹിറ്റ് എന്ന് പറയുന്നത് ഈ പടമാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഞെട്ടിപ്പിക്കുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നത്. ഇപ്പോൾ വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന പടം റിലീസിനായി ഇരിക്കുകയാണ്. വെങ്കി അട്ലൂരിയാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ലക്കി ഭാസ്കറിന് ശേഷം വരുന്ന സിനിമയാണ്. ആ പടം എന്താകും എന്നുള്ളത് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് മമിത ബൈജുവാണ് നായികയെത്തുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ജിത്തു മാധവൻ്റെ ഒരു സിനിമ വരുന്നത്. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ സൂര്യ പ്രധാന വേഷത്തിലെത്തുന്നത്. നസ്രിയാണ് നായിക. നസ്ലിൻ ഉൾപ്പെടെ ആ പടത്തിലുണ്ട്. സുഷിൻ ശ്യാമാണ് മ്യൂസിക് ചെയ്യുന്നത്. കണ്ട ഒരു മലയാളം പടം പോലെ തോന്നുന്നു, പക്ഷേ ഒരു തമിഴ് പടമാണ്. സൂര്യ ലീഡാണ്. ഈ 2 പ്രോജക്റ്റുകളാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു ബോംബ് പൊട്ടിക്കുന്നത്. അതായത് സൂര്യയും ഹോംബാലയും തമ്മിലൊരു കൊളാബറേഷൻ വരാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണയായിട്ട് ഡ്രീം വാരിയർ പിക്ചേഴ്സ് വരും, സ്റ്റുഡിയോ ഗ്രീൻ വരും, ഡ്രീം വാരിയർ വരും. ഇങ്ങനെ അല്ലാണ്ട് മാറി ഹോംബാലയും സൂര്യയും കൂടി കൈകോർക്കുകയാണ്. TG ജ്ഞാനവേലാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെ പുറത്തു വന്നേക്കുന്ന ഒരു ഘട്ടവും കൂടിയുണ്ട്. TG ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്നവരാണ്. ജയ് ഭീമിൻ്റെ സംവിധായകനാണ്. ഏത് സൂര്യയ്ക്ക് വേണ്ടിയിട്ട് വെമ്പനൊരു പടം. ജയ് ഭീം കണ്ടവരാരും രണ്ടാമത് കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ രണ്ടാമത് ഇപ്പോഴും ജയ് ഭീം കാണാൻ ധൈര്യപ്പെടില്ല. ജയ് ഭീം സംവിധാനം ചെയ്ത ജ്ഞാനവേലാണ് ഇപ്പോൾ സൂര്യയ്ക്കൊപ്പം ഈ സിനിമ ചെയ്യുന്നത്. TG ജ്ഞാനവേൽ അതിനുശേഷം വേട്ടയ്യൻ എന്ന പടം വെച്ചിട്ട് രജനീകാന്തിൻ്റെ നായകനായി കൊണ്ട് ചെയ്തു. പക്ഷേ തിയേറ്ററിൽ അത് വലിയ വിജയമായില്ല. റാണ ദഗവതിയാണ് വില്ലനായിട്ട് വന്നത്. തുഷാര വിജയൻ, അമിതാഭ് ബച്ചൻ വലിയ സ്റ്റാർ കാസ്റ്റ് ആയിരുന്നു ആ പടത്തിലെ. അമിതാഭ് ബച്ചനും രജനീകാന്തും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയായിരുന്നു അത്. യെസ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേട്ടയ്യൻ വാസൻ സോ ഹിറ്റ്. മഞ്ജു വാര്യർ ആയിരുന്നു രജനീകാന്തിൻ്റെ നായികയായി എത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ജ്ഞാനവേലും സൂര്യയും തമ്മിൽ ഇപ്പോൾ ഈ ചിത്രവും ആയിട്ട് എത്തുന്നത്. സായ് അഭ്യങ്കറാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ കൈകാര്യം ചെയ്യുന്നതാണ് മനസ്സിലാകുന്നത്. അതായത് സായ് അഭ്യങ്കർ, ദ ന്യൂ സെൻസേഷൻ, സൂര്യയ്ക്ക് വേണ്ടിയിട്ട് കറുപ്പിലെ ആൽബംസ് ഒക്കെ ഇപ്പോഴും ഹിറ്റ് ചാർട്ടാണ്. അതായത് എത്രയോ വട്ടം ഇപ്പോഴും ലൂപ്പിലടിച്ചു പലരും കേൾക്കുന്ന പാട്ടുകൾ. ഇപ്പോൾ റാത്തറാസനായാലും ഗോഡ് മോഡായാലും വെരപ്പയായാലും ഈ പാട്ടുകളൊക്കെ വീണ്ടും വീണ്ടും ലൂപ്പടിച്ച് കേൾക്കുന്ന ആളുകളുണ്ട്. കറുപ്പ് കൂടവ, ഈ 4 പാട്ടുകളൊക്കെ ഇങ്ങനെ ഇട്ട് കേൾക്കുക. അതായത് സൂര്യയുടെ ഒരു ആബ്സല്യൂട്ട് പ്ലേലിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് കറുപ്പിൻ്റെ പ്ലേലിസ്റ്റ് മാറ്റിയത്. അത് തിയേറ്ററിലും വലിയ സെൻസേഷൻ ഉണ്ടാക്കിയ സ്വാഭാവികം. അങ്ങനെ സായ് അഭ്യങ്കറിനെ കൂടെ ചേർക്കുകയാണ് സൂര്യ. ഹോംബാലയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വളരെ ക്വിക്ക് പ്രോജക്റ്റാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഹോംബാലയുടെ ഒരു നോട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്ക് ആ നോട്ടിലേക്ക് പോകാം. He built it frame by frame, film by film, fight by fight. Roles that bled truth, characters that carried the weight of real lives. A career that chose courage over comfort every single time. 3 decades of truth on screen, countless hearts touched beyond it, where the most fearless actor of his generation meets his grandest stage yet. Hombale Films proudly welcomes the one Surya into ഹോംബാലെ. ദ വൺ സൂര്യ. അതിന് കാർത്തിക് സുബ്ബരാജനോട് ഉള്ള നന്ദി സൂര്യ ആരാധകർ എപ്പോഴും പറയും. കാരണം റെട്രോയിലൂടെയാണല്ലോ ദ വൺ എന്ന് പറയുന്നൊരു ടൈറ്റിൽ സൂര്യയ്ക്ക് വരുന്നത്. പലർക്കും പല ടൈറ്റിലുണ്ട്. ഇപ്പോൾ തല അജിത്ത്, അദ്ദേഹം അത് ചേർക്കാറില്ല. ഇപ്പം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഉള്ളതൊക്കെ നായകൻ കമൽഹാസൻ, ദളപതി വിജയ്. സൂര്യയ്ക്ക് ഒരു നടിപ്പിൻ നായകൻ എന്നൊരു ടൈറ്റിൽ പണ്ടെങ്ങാണ്ട് ഇട്ടതല്ലാതെ പിന്നെ അത് വന്നിട്ടില്ല. പക്ഷേ ദ വൺ സൂര്യ ഇപ്പോൾ ഫാൻസ് ഉൾപ്പെടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാണ്. സോ ദിസ് പ്രോജക്റ്റ് ഇസ് സംതിങ് ടു ബി ലുക്ഡ് അപ്പോൺ. പ്രത്യേകിച്ച് സൂര്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സ്, വർഷങ്ങളോളം നീണ്ട ഫ്ലോപ്സിൽ നിന്നും അദ്ദേഹം പുതിയതായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു തോന്നൽ വരുന്നുണ്ട്. ഇപ്പോൾ കമേഴ്ഷ്യൽ പടങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ വിച്ച് ഹാസ് എ കമേഴ്ഷ്യൽ വാല്യൂ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും തമിഴ് സിനിമ ആസ് എ സ്റ്റാർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നടനായിട്ട് സൂര്യ മാറുന്നുണ്ട് എന്നുള്ളതാണ്
പകരം ആര് അല്ലേ? കാരണം ഇപ്പോൾ വിജയ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ സിനിമ മൊത്തം തീർന്നു. അജിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റേസിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ, അദ്ദേഹത്തിന് ഇനി സിനിമ എപ്പോൾ വരുമോ എന്നുള്ളത് ആർക്കും അറിയില്ല. രജനിയെ സംബന്ധിച്ചിടത്തോളം പല പല രീതിയിലും അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ധർമ്മൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം അനൗൺസ് ചെയ്തിരിക്കുന്നു. അതെന്താവുമെന്ന് അറിയില്ല. രാജ്കമൽ ഫിലിംസ് ഇൻ്റർനാഷണലാണ് നിർമ്മിക്കുന്നത്. ഡയറക്ടറൊക്കെ മാറി മാറി അവസാനം 4ാമത്തെ ഡയറക്ടറായിട്ട് അശ്വന്ത് മാരിമുത്തുവിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതാണ് അവസ്ഥ. പിന്നെ കമലിനെ സംബന്ധിച്ചിടത്തോളം കമൽ തുടർച്ചയായി 2 പരാജയങ്ങൾ, ഏത് ഇന്ത്യൻ 2ഉം തഗ് ലൈഫും, അതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇനി അദ്ദേഹം ഒരു ഹിറ്റ് കൊണ്ടുവരുമെന്ന് അറിയില്ല. ധനുഷ് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്സ് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത് നോക്കുകയാണെങ്കിൽ പോലും കര എന്ന് പറഞ്ഞൊരു പടം അദ്ദേഹം ചെയ്ത്, അത് ആ വഴിക്ക് അങ്ങ് പോയി. ഇഡലിക്കട എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംവിധാനം ചെയ്തു, അതും ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ പുതിയ പിള്ളേരാണ് വരുന്നത്. ഇപ്പം കെന്ന് വന്നിട്ട് യൂത്ത് പോലൊരു പടം ഹിറ്റടിക്കുന്നു. അങ്ങനെ തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്ക് തമിഴ് മാറുന്നുണ്ടെങ്കിൽ, പക്ഷേ സ്റ്റാർട്ടപ്പിൻ്റെ രീതിയിൽ നമുക്ക് നിലവിൽ ഒരു ടോപ്പ് ടയറിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിലായിട്ട് നമുക്കിപ്പോൾ സൂര്യയെ വെക്കാം. സോ അതുകൊണ്ട് തന്നെയാണ് സൂര്യ പ്രോജക്ട്സിന് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പും ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്ത രീതിയിലേക്ക് മാറുന്നത്. ആൻഡ് ദിസ് ഫിലിം ഒരു വളരെ പെട്ടെന്ന് എടുക്കാൻ പോകുന്ന ഒരു സിനിമയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സോ സൂര്യ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഹോംബാലെ പ്രൊഡക്ഷനിലേക്ക് വരുന്നു. TG ജ്ഞാനവേൽ ആഫ്റ്റർ ജയ്ബീം കൊളാബറേറ്റിംഗ് വിത്ത് സൂര്യ എന്നൊരു സംഭവം കൂടി ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കയാതു ലോഹറാണ് ചിത്രത്തിൽ നായിക എത്തുന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടിയുണ്ട്. കയാതു ലോഹറാണ് സൂര്യയ്ക്കൊപ്പം നായികയായി ഈ ചിത്രത്തിൽ എത്തുന്നത്. അപ്പോൾ ഇതാണ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദ പ്രോജക്റ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.